ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. നമ്മളിന്നൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഡോണട്ട്സ്, കുട്ടികൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ നമുക്കൊരു 2 കപ്പ് മൈദ, 3 to 4 ടീസ്പൂൺ പഞ്ചസാരയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 മുട്ട, 1/4 ഗ്ലാസ് ഇളം പാല്, പിന്നെ സൺഫ്ലവർ ഓയിലും കൂടിയാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. ഇതിന് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഒരു വലിയൊരു പാത്രം കൂടെ ആവശ്യമായിട്ടുണ്ട്. ആദ്യമേ പാലും ഈസ്റ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത്, ഇളം ചൂട് പാലാണ് നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അപ്പം ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വരും. 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ 1 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ഒരു മിക്സിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പാലും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാരയും ഉപ്പും കൂടെ ആ ഒരു മിക്സിലേക്ക് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ മിക്സ്ചറെല്ലാം കൂടെ നമ്മുടെ മൈദയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കതൊന്ന് നല്ലൊരു ചപ്പാത്തി ഡോ പോലെ ആക്കി കുഴച്ചെടുക്കാം. അതേ മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയെല്ലാം മിക്സ്ചറും കൂടെ ഒരുമിച്ചിട്ട് അതെല്ലാം കൂടെ നല്ലൊരു ഡോ ആക്കി എടുക്കാം. സ്പൂൺ വെച്ച് ഇളക്കിയാൽ അത്ര അങ്ങ് മിക്സ് ആവത്തില്ല. അപ്പം നമ്മുടെ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിയുടെ അത്ര നമ്മൾ നല്ല തിക്കറാവണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസായിട്ടിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് ഡോ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മളിത് ഒരു 2 മണിക്കൂർ നമ്മൾ നന്നായിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് മൂടി വേണം മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡോ നമ്മൾ ഇതിൻ്റെ അടപ്പ് പൊക്കി നോക്കുമ്പോഴത്തേക്ക് ഡബിൾ സൈസായിട്ടാണ് നമുക്ക് മാവ് വന്നിരിക്കുന്നത്. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് എയർ ബബിൾസും എല്ലാം പോകുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു പഴയ ആ ഒരു സൈസിലേക്ക് തന്നെയാവും. പക്ഷേ മാവ് നല്ല പാകമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. കണ്ടോ, ഇപ്പം നമ്മുടെ ആ ഒരു പഴയ സൈസിലോട്ട് തന്നെ വന്നു. ഡോ നമ്മൾ ഒന്നും കൂടെ കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട് ആ ഒരു പരത്തുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ആക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ലത് സർഫസിൽ ഒട്ടിപ്പിടിക്കും. അപ്പം ഞാൻ കുറച്ചുകൂടെ മൈദ ഇട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഒരു പോർഷൻ ഡോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ആ ഒരു പരത്തുന്ന സർഫസിൽ കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കത് നന്നായിട്ട് പരത്തിയെടുക്കാം. ഡോണട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ അത് നല്ല തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഒത്തിരി കട്ടി കുറഞ്ഞാൽ നമുക്ക് ഡോണട്ടിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല. അപ്പം ഞാൻ ഡോ നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സിൽ നമുക്ക് വേണ്ട സൈസിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഡോണട്ടിൻ്റെ ഷേപ്പിലാക്കണം. അതിനായിട്ട് ഞാൻ 2 ബോട്ടിൽ ക്യാപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. വലിയ ഒരു ന്യൂട്ടല്ലയുടെ ഒരു ക്യാപ്പ് വെച്ചിട്ട് ഫസ്റ്റ് സർക്കിൾ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്പ്രൈറ്റിൻ്റെയൊക്കെ ഒരു ചെറിയ ക്യാപ്പ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഹോളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഡോണട്ടിൻ്റെ റിങ് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഡോണറ്റിൻ്റെ റിങ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ എണ്ണ ചൂടാകാനായിട്ട് ഗ്യാസിൽ വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഡോണട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് നമ്മുടെ ഡോ എടുത്ത് അതിലിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊന്തി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായെന്നർത്ഥം. ഇനി നമുക്ക് ധൈര്യമായിട്ട് നമ്മൾ ഡോണറ്റിൻ്റെ റിങ്സ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല മൊരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല മൊരിഞ്ഞ് വീർത്തിങ്ങനെ ബലൂൺ പോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡോ നമ്മുടെ കറക്റ്റായിട്ടുള്ള പാകത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ സൈഡും തിരിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അധികം അങ്ങ് മുരിഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു ഇതിൽ കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങ് ഇതായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് അങ്ങ് പോവുകയും ചെയ്യും. അതിൻ്റെ പുറത്തെ ഏരിയ നല്ല ഹാർഡും ആകും. ഇപ്പം നമ്മുടെ ഡോണട്ടിൻ്റെ റിങ്സ് നമുക്ക് കോരാനായിട്ട് പാകമായിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. ഇതിനി ഒന്ന് തണുക്കാൻ വയ്ക്കുക.
തണുക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഡയറി മിൽക്കിൻ്റെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് മൈക്രോവേവിൽ ഓവനിൽ വെക്കുമ്പം ഒരു നമുക്ക് സിറപ്പ് പോലെ കിട്ടും. അത് വെച്ച് നമുക്ക് അതിൻ്റെ മേളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സിറപ്പിലേക്ക് നമുക്ക് ഈ ഒരു ഡോണട്ട് ഓരോന്നെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താലും മതിയാവും. ഇനി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര നമ്മൾ പൊടിച്ച് ഐസിങ് ഷുഗർ പോലെ ആക്കിയിട്ട് അതിന് മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താലും ചെറിയൊരു ഡെക്കറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ സ്നാക്കിങ്ങിന് വേണ്ടി കുട്ടികൾക്ക് ഇതുപോലുള്ള ഡോണട്ട്സ് ഉണ്ടാക്കി കൊടുക്കുക. വളരെ യമ്മിയാണ്, പിള്ളേർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി കാണുന്നിടം വരെ ബായ്.